അപ്പോൾ ഒരു സൈറ്റ് എടുക്കുന്നതിൻ്റെ വിശേഷം പറയാനാണ് ഈ വീഡിയോ കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്നെ അറിയുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് പുറത്തൊക്കെ ഇങ്ങനെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതെങ്ങനെയാണ് സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ വർക്കാണ്. അപ്പോൾ നമ്മൾ പാലക്കാടാണ് സ്വദേശം. അപ്പോൾ നമ്മൾ പുറത്ത് എല്ലാ സ്ഥലങ്ങളും തമിഴ്നാടാണെങ്കിൽ ശരി, നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോയി എടുക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യമായിട്ട് പോകുമ്പോൾ റേറ്റും കാര്യങ്ങളും കൊട്ടേഷനും എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ വർക്ക് പിടിക്കുന്നത് തന്നെ ഭയങ്കര കഷ്ടമുണ്ട്. അപ്പോൾ ഒരു സൈറ്റ് കൊണ്ടുപോകുന്നത് അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം പൈസയായിട്ടും എഫേർട്ടായിട്ടും ഒരുപാട് എന്താ പറയുക നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 2 മാസം 3 മാസമൊക്കെ ഒരു സൈറ്റിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റഡായി. ഇപ്പോൾ കമ്പനികളിലൊക്കെ ജോബ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രസ്സിങ്, കട്ടിങ്, ബോറിങ്, മിനി ഫിക്സിങ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചെയ്തിട്ട് സൈറ്റിൽ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ മാത്രം ചെയ്ത് കൊടുക്കുന്നത്. കാരണം അപ്ഡേഷനായിട്ടുള്ള വർക്കുകൾ വന്നപ്പോൾ മാനുവലായിട്ടൊക്കെ ചെയ്യുന്നതിനൊരു പരിധി വന്നു. നമ്മളെല്ലാം മെഷീനറി ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഫുൾ മടി തന്നെയാണ് കേട്ടോ. 7:30-ക്കൊക്കെ എണിക്കുള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വീട്ടിൽ ആളുണ്ട്. വൈഫ് അവർക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കും. പക്ഷേ നമ്മൾ സൈറ്റിൽ വന്ന് എല്ലാം പങ്ക്ച്വലായിരിക്കും കേട്ടോ. നമ്മൾ കറക്റ്റ് 6 മണിക്ക് എണിക്കും. അപ്പോൾ 6 മണിക്ക് എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫുഡ് ഒരു മെയിൻ പ്രശ്നമാണ്. കാരണം വെളിയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആകും. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ വയറിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമുക്ക് നമ്മൾ സൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ടൊരു വണ്ടി, അത് നമ്മുടെ ഒരു ആഗ്രഹം പോലെ തന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, ഒരു വലിയ വണ്ടി വേണം, 7 സീറ്റർ വേണം. അങ്ങനെ ഒരു ഡീസൽ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ വരിക. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഫുഡിനുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഗ്യാസ് സ്റ്റൗ, കുക്കർ, നമ്മൾ എന്താ പറയുക മിക്സി, അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളും, പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നമുക്കൊരു സെറ്റ് ഉണ്ട്. 2 സെറ്റ് ഉണ്ട്. 2 സൈറ്റിലേക്കുള്ള ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ എല്ലാ വെറൈറ്റി ഭക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതും നല്ല നാടൻ തനിമയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നോ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിൽ 100% ആണ്. പ്രയോറിറ്റി വർക്ക് തന്നെയാണ്. അതിലൊരു യാതൊരു സംശയമില്ല കേട്ടോ. വർക്ക് തന്നെയാണ് നമ്മുടെ മെയിൻ പിടിവള്ളി. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മാനസിക ഉല്ലാസം കറക്റ്റായിട്ട് വേണം. നമ്മളൊരു പോസിറ്റീവ് എനർജി എപ്പം വേണം. ആ പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം, നമ്മൾക്ക് ചായ ആണെങ്കിൽ ചായ, അതൊക്കെ കറക്റ്റ് സമയത്തിന്, അതേപോലെ തന്നെ നല്ല ഉറക്കം, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം, ജസ്റ്റ് ഒന്ന് സിനിമയ്ക്ക് വെള്ളിയാഴ്ച റിലീസ് പടത്തിന്, നമ്മളെല്ലാവരും ബാച്ചിലർ ഫീൽഡിലാണല്ലോ ഇപ്പോൾ പിന്നെ പുറത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുണ്ടായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ആ സൈറ്റിനോട് ഇഷ്ടം തോന്നാം. ഇയാളുടെ ഒപ്പം പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഇരിക്കാമെന്ന് തോന്നിയാൽ മാത്രമേ നമുക്കും നമ്മുടെ കൂടെയുള്ളവരിക്കും, നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു എന്താ പറയുക ഇങ്ങനെ കറങ്ങലും കാര്യങ്ങളും ഒരു ഫുൾ വൈബ് ഭ്രാന്തുള്ള ആളാണ്. യാത്ര ചെയ്യാൻ ഭയങ്കര ഭ്രാന്തുള്ള ആളാണ്. പണി 100% കേട്ടോ. പണി അതൊരു പാഷനാണ്. നമ്മളൊരു കുലത്തൊഴിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ഇറങ്ങിയത്. പക്ഷേ നമ്മളിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഫാമിലി പോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ വർക്ക്. അതിൽ നമ്മൾ 100% നമ്മളെ നീതി പുലർത്തുന്നുണ്ട്. പിന്നെ ഒരു എളിയൊരു കാർപ്പൻ്റർ എന്ന നിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫിറ്റിങ്സുകളും എല്ലാ പ്രൊഡക്റ്റുകളും വെച്ചിട്ട് ഒരു വർക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇട്ടാൽ നമ്മൾ ഈ ലെവലിൽ നിന്നിട്ട് ഇത്രയും വലിയ വലിയ വർക്കുകളൊക്കെ പിടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ കാരണന്മാരുടെ ഒരു ഗുരുത്വം എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസം പിന്നെ മട്ടൻ, ചിക്കൻ അല്ലെങ്കിൽ മീൻ, പിന്നെ സാമ്പാർ, പിന്നെ രാത്രി നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് മട്ടൻ വാങ്ങാമെന്ന് കൊണ്ട് വന്നാട്ടാ. അപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ ഉണ്ടാ, കൂടുതലൊന്നുമില്ല, 1/2 കിലോ മട്ടൻ. അപ്പോഴേക്കും നമ്മൾ 6 മണിക്ക് 2 നേരത്തേക്കുള്ള അരി കുക്കറിൽ വെച്ച് സിമ്മിൽ വെച്ചിട്ട് ഞാൻ താഴത്ത് പോയിട്ട് ഇത് വാങ്ങിയിട്ട് വരുമ്പോഴേക്ക് പിള്ളേരുടെ രാത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ കട്ട് ചെയ്യണം, എന്താ നാളെ വെക്കാൻ പോകണമെന്ന്. അപ്പോൾ അവർ 3 സവാള, 3 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശനിയാഴ്ച ചെയ്താണ് കുറച്ച് വെജിറ്റബിൾസ് ബാക്കി വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും കായും. അപ്പോൾ അതും കൂടി കൂട്ടിടാന്ന് പറഞ്ഞിട്ട് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മെയിനായിട്ട്, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ചാറ് ഒരു ഗ്രേവി ടൈപ്പാണ് കറി വയ്ക്കുക. കാരണം നമ്മൾ രാവിലേക്ക് ഉപയോഗിക്കണം, ഉച്ചക്കിലേക്ക് ഉപയോഗിക്കണം. അത് വെള്ളം പോലെ ആകാൻ പോലെ, മുളക് വെള്ളം പോലെ ആകാൻ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു 1/2 മുറി തേങ്ങ അരച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അത് നമുക്ക് പിന്നെ മീറ്റിലൊക്കെ തേങ്ങാക്കൊത്തിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 വിസിൽ കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനത്തെ ഫുഡുകൾ, ഇപ്പോൾ ബിരിയാണിയാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് രാത്രി, അല്ലെങ്കിൽ നെയ്ച്ചോറും
മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാം പരീക്ഷിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ വീട്ടിൽ നിന്നും പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്ത് പഠിച്ചിട്ട് എല്ലാ സാധനങ്ങളും കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു പങ്ക്ചറാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ കുളി അപ്പോഴേക്കും ഓരോരോ ആൾക്കാർ കുളി കഴിഞ്ഞ് വന്നവർ ഭക്ഷണം എടുത്ത് കഴിക്കലല്ല. എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ടിഫിൻ ബോക്സിൽ കറക്റ്റായിട്ട് വിളമ്പി ഒരാൾ തന്നെ കൈകാര്യം ചെയ്ത് വിളമ്പി വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എത്രപ്പാട് 4 പേരുള്ള 4 പേരിൻ്റെ പ്ലേറ്റിലും ഒരേപോലെ വിളമ്പി കറക്റ്റായിട്ട് ഒരേപോലെ കഴിക്കുന്നുണ്ട്. അതിലൊരു പക്ഷഭേദമോ കാര്യങ്ങളില്ല. കാരണം എല്ലാവരും വിശന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഭക്ഷണം, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞാൽ കൂലി ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും കണക്ക് തീർത്തിട്ട് ഞായറാഴ്ച രാവിലെ എല്ലാവരുടെ കയ്യിലും കൊടുക്കും. പക്ഷേ നമ്മൾ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ റിസ്കിൽ കൊടുക്കുന്ന വരാനും പോകാനുള്ള സൗകര്യം, പിന്നെ നമ്മൾ സൈറ്റിലേക്ക് പോകാനും ഈ വണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 നേരം ഫുഡ്, രാവിലെ ഒരു ചായക്കടി, വൈകിട്ട് ഒരു ചായക്കടി. അത് നമ്മുടെ ഈ ചിലവൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരാണ്. പിന്നെ പിന്നെ ഒരു ടീമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി, നമ്മൾ ചിലപ്പോൾ തർക്കിക്കാറുണ്ട് ചില കാര്യങ്ങൾ. അതൊക്കെ വർക്കിൻ്റെ കാര്യത്തിന്. ബാക്കി എല്ലാവരും നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്കുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതേപോലെ തന്നെ അവർക്കും കൊടുക്കുക എന്ന് മാത്രമല്ല. അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായി, കാരണം നല്ല ഫുഡ് കഴിച്ചു. ഇനി നേരെ സൈറ്റിൽ പോവുക. ഇനി ഒരു രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകിട്ട് 8 മണി വരെ, രാവിലെ 8:30 കയറിയാൽ വൈകിട്ട് 8:30, 1.5 പണി എടുക്കും. കാരണം ഒരു പണി കൊണ്ടൊന്നും നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ 1.5 പണി എന്തായാലും എല്ലാ ദിവസവും എടുക്കും. തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ 12 മണി വരെയൊക്കെ നിൽക്കണ്ട. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം അമ്പലത്തിലൊക്കെ പോകണം വെച്ചാൽ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ടിഫിൻ കഴിച്ചിട്ട് പോവും, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് കഴിച്ചിട്ടേ പോവുള്ളൂ. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു സിനിമ എല്ലാവരും കൂടി, നമ്മളൊരു ബാച്ചലർ ഫീൽഡിലാണ് പുറത്ത് വന്നായിരിക്കുന്നത്, അത് അങ്ങനെ ചെയ്യും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറച്ച് നമ്മുടെ എന്താ പറയുക, നമുക്ക് കുറച്ച് സേവ് ചെയ്യണതിൽ നമുക്ക് കുറച്ച് ലാഭിക്കുന്ന പൈസകൾ കുറച്ച് അധികം ചിലവാകും. കാരണം ഇപ്പോൾ ഈ വണ്ടി തന്നെ ഇല്ല എന്ന് പറഞ്ഞ്, വണ്ടി നല്ല ഉപകാരമുള്ള സാധനം ഉണ്ടാകും, ഞാൻ അതിന് തള്ളിപ്പറയല്ല. പക്ഷേ ഈ വണ്ടി മാത്രം നമുക്ക് ഒരു സൈറ്റിൽ ഒരു 2 മാസം നമ്മൾ ഉപയോഗിക്കണ ഏകദേശം 10-20,000 രൂപ നമുക്ക് അത് ഡീസൽ ചിലവ് മാത്രം വരും. അപ്പം നിങ്ങൾ ബസ്സിന് വാടാ അല്ലെങ്കിൽ ബൈക്കിൽ വാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വന്ന് ഉച്ചയായി പണിയെടുക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ സൈറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള പണി 100%, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. വളരെ ആത്മാർത്ഥത്തോടുകൂടി തന്നെ പറ്റിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ വെറുപ്പിക്കാതെ ചെയ്യും. അതോടൊപ്പം തന്നെ ആ സൈറ്റിലുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും, അതായത് ടൈൽസിൻ്റെ പണിക്കാരുണ്ടാവും, മേശന്മാരുണ്ടാവും, പിന്നെന്താ പറയുക, അവിടുത്തെ കാർപ്പൻറ്റേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഡോർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനുണ്ടാവും. പിന്നെ എന്താ പറയുക, പെയിൻറ്റർ ഉണ്ടാവും, പോളിഷുകാരുണ്ടാവും. അവരൊക്കെ നല്ല സൗഹൃദം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കുക, നമുക്ക് വേണ്ട സൗകര്യങ്ങളും നമ്മളും ചെയ്തു കൊടുക്കുക. കള്ളത്തരം ഇല്ലാണ്ട് പണിയെടുക്കുക. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ എല്ലാവരും നന്നായി മിങ്കിൾ ചെയ്ത് പോണതുകൊണ്ടാണ് ഇത് വലിയ വർക്കുകൾ കേട്ടോ. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു പിക്ചറിൽ കണ്ട, വീഡിയോയിൽ കണ്ട വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തിരക്കുകളിലേക്ക് നമ്മൾ പോയിട്ട്, അപ്പോൾ ടീമായിട്ട് എല്ലാവർക്കും രാത്രി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും രാവിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതാ കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് ഇന്നൊരു ടാർഗറ്റ്, ഒരു മനസ്സിലൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം പറയും. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും അതിന് അനുസരിച്ച് സെറ്റാക്കി വെച്ച് കൊടുക്കും. അവർ ഓരോ ആൾക്കാരും, അല്ലെങ്കിൽ ഈ 2 പേരും ഓരോ റൂമിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആര് വർക്ക് എടുക്കാൻ, ഒരു മേസ്ത്രി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ, അല്ലെങ്കിൽ ഒരു നമ്മുടെ കാർപ്പൻ്റർ ഫീൽഡിൽ തന്നെ നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വർക്ക് എടുക്കുന്നത്. നല്ലൊരു ടീം കിട്ടുമ്പോൾ വർക്കിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യണ്ട, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുക, നല്ല രീതിയിൽ കറങ്ങുക, നല്ല രീതിയിൽ ഒരു സിനിമ കാണുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായി ഉറങ്ങുക. എല്ലാ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനും അതിൻ്റേതായിട്ടൊരു ക്വാളിറ്റി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ശ്വാസം മുട്ടിയിട്ട് ആരും ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് തൊഴിൽ ചെയ്യണമെങ്കിലും നന്നായി എൻജോയ് ചെയ്തിട്ട് അത് ചെയ്യുക. പൈസ മാത്രം ലാക്കാക്കിയിട്ട് ലാഭം മാത്രം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു വികാരമാണ് അവരവരുടെ വർക്ക്. അപ്പോൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് നമ്മളെല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യുക. 100% എൻ്റർടൈൻമെൻറ്റ് പ്ലസ് വർക്കുമായിട്ട് ചെയ്താൽ നമ്മൾ 100% വിജയിക്കും.